ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ദിസ് ഇസ് മീ വിത്ത് മല്ലു. എപ്പിസോഡ് ഓപ്പണിംഗ് സീനിൽ കിങ് കൊടുത്ത പ്ലെയിനിൽ ഇപ്പം നമ്മുടെ ആൾക്കാരെല്ലാവരും ചെയ്ത് നമ്മുടെ ആൾക്കാരുടെ ലക്ഷ്യം അത് നോക്കി പോയിക്കൊണ്ടിരിക്കുകയാണ്. അവർ അല്പദൂരം പറക്കുമ്പോൾ തന്നെ എൻജിൻ ഫെയിലിയർ ആയിട്ട് ഇപ്പോൾ ഫ്ലൈറ്റ് അങ്ങനെ താഴേക്ക് പതിക്കാനായിട്ട് തുടങ്ങും. അവളാണെങ്കിൽ വിളിച്ചു പറയും എൻജിനിൽ എന്തോ പ്രശ്നമുണ്ട്, ഇത്രയും വേഗം ഡിവൈസിൽ അത് കണ്ടെത്തണം. ഉടനെ അവളാണെങ്കിൽ പ്രശ്നം മനസ്സിലാക്കും. അവർ ഓവർലോഡായിട്ട് സാധനങ്ങൾ ആ ഒരു ഫ്ലൈറ്റിൽ കയറ്റി കഴിഞ്ഞു. ഇതിനാണെങ്കിൽ പൂർണ്ണമായിട്ടും അവരുടെ കൺട്രോൾ നഷ്ടപ്പെട്ട് അങ്ങനെ താഴേക്ക് ഇടിച്ചിറങ്ങുകയാണ്. പക്ഷേ പ്ലെയിനിന് വലിയ കുഴപ്പമൊന്നുമില്ല, അത് സേഫായിട്ട് തന്നെ താഴെ ഇറങ്ങി കഴിഞ്ഞു. അവൾ ചെക്ക് ചെയ്യും, അതെ നമ്മൾ ഈ പ്ലെയിനിൽ ലോഡായിട്ട് സാധനങ്ങൾ കയറ്റി കഴിഞ്ഞു. ബാക്കപ്പിനുള്ള സാധനങ്ങൾ, ടെന്റ് എന്നിങ്ങനെ ഒരുപാട് സാധനങ്ങൾ ഇപ്പോൾ തന്നെ ഇതിലുണ്ട്. സോ അതൊക്കെ ഉപേക്ഷിച്ചാൽ മാത്രമേ നമുക്ക് ഈ ഫ്ലൈറ്റിൽ ഇനി ട്രാവൽ മുൻപോട്ടേക്ക് കൊണ്ടുപോകാൻ പറ്റൂ. കുഴപ്പമില്ല, നമുക്ക് എത്രയും വേഗം ഇത് ശരിയാക്കാമെന്ന് പറഞ്ഞ് അവരെല്ലാവരും പുറത്തേക്ക് വരികയാണ്. അപ്പോഴാണെങ്കിൽ നമ്മുടെ പ്രിൻസസ് കുഞ്ഞിപ്പെണ്ണാണെങ്കിൽ ഇപ്പോൾ സുപ്രീം കായോട് ചോദിക്കും, നിങ്ങളുടെ പേര് എന്തുകൊണ്ടാണ് സുപ്രീം കായ് എന്നായത്? ഗോക്കു പറയും, ഞങ്ങളുടെ ഭൂമിയിൽ വളരെ പ്രധാനപ്പെട്ട ആളാണ് സുപ്രീം കായ്, അദ്ദേഹമാണ് ഞങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള പവർ എല്ലാം തന്നെ തരുന്നത്. അത് കേട്ട് അവളാണെങ്കിൽ ഷോക്കാവും. ഓ അങ്ങനെയാണോ, അപ്പൊ നിങ്ങൾ ശരിക്കും ഒരു ദൈവത്തെ പോലെയാണല്ലേ, അവർക്ക് ഒരുപാട് പവറൊക്കെ കൊടുത്ത് ഒരുപാട് പണമൊക്കെ നിങ്ങൾ സമ്പാദിക്കുന്നുണ്ടോ? അതിന് സുപ്രീം കായ് പറയും, അയ്യോ ഇല്ല, ഇതെന്റെ ബിസിനസ് ഒന്നും അല്ല. അവൾക്കാണെങ്കിൽ അത് അത്ര അങ്ങോട്ടേക്ക് ഇഷ്ടപ്പെടില്ല. ഗോകുവിനാണെങ്കിൽ അപ്പോൾ നമ്പർ 2 പോകാനുള്ള ടെംപ്റ്റേഷൻ അത് കൂടി വരും. അവനാണെങ്കിൽ ബ്ലൂ മാനോട് എനിക്ക് അത്യാവശ്യമായിട്ട് നമ്പർ 2 അത് സാധിക്കണമെന്ന് പറയും. കുഞ്ഞിപ്പെണ്ണ് പ്രിൻസസ് ആണെങ്കിൽ ദേഷ്യപ്പെടും, നമ്മൾ അല്പം മുൻപല്ലേ കൊട്ടാരത്തിൽ നിന്ന് ഇവിടേക്ക് വന്നത്, ഇതൊക്കെ അവിടെ കംപ്ലീറ്റ് ചെയ്തിട്ട് പോന്നാ പോരായിരുന്നോ? അതിനവൻ പറയും, എനിക്കിപ്പോഴാണ് ഫീല് തോന്നിയത്, സോ ഫീല് തോന്നുമ്പോൾ അല്ലേ പോകാൻ പറ്റൂ, എനിക്കിപ്പോൾ ബാത്റൂമിൽ പോയേ പറ്റൂന്ന് പറഞ്ഞ് അവൻ സേഫ് ആയിട്ടുള്ള സ്ഥലം നോക്കി പോകും. അവനാണെങ്കിൽ പ്രിൻസസിനോട് ടോയ്ലറ്റ് പേപ്പർ ഉണ്ടോ ചോദിക്കും. അവളാണെങ്കിൽ റോൾ എടുത്ത് അവൻ്റെ മുഖത്ത് തന്നെ വലിച്ചെറിയാണ്. അതുമായിട്ട് അവൻ കുറ്റിക്കാട്ടിലേക്ക് ഓടും. അപ്പോഴായിരിക്കും ദൂരത്തായിട്ട് ആ വില്ലൻ ഗോമയുടെ പോലീസുകാർ അവർ പേടകത്തിൽ ഇപ്പൊ നമ്മുടെ ആൾക്കാരെ ലക്ഷ്യമാക്കി വരുന്നത് നമ്മുടെ ആൾക്കാർ കാണാം. ബ്ലൂ മാൻ ആണെങ്കിൽ ഇപ്പോൾ കൂടെയുള്ളവരോട് പറയും, നമ്മൾ അവരുമായിട്ട് ഫൈറ്റ് ചെയ്യാൻ പാടില്ല, മാക്സിമം അവരെ അവോയ്ഡ് ചെയ്യണം. അവരാണെങ്കിൽ ഇപ്പോൾ നമ്മുടെ ആൾക്കാരുടെ അടുത്തേക്ക് വന്നു, നിങ്ങൾ ആരാണ്, എന്തിനാണ് ഇവിടെ നിൽക്കുന്നതെന്ന് ചോദിക്കും. ഉടനെ സുപ്രീം കായ് പറയും, ഞങ്ങൾ ഡീമൺ വേൾഡ് 1ലും 2ലും ഉള്ളവരാണ്, അതുകൊണ്ടാണ് ഞങ്ങളുടെ കഴുത്തിൽ ഈ ഒരു കോളർ അതില്ലാത്തത്. ഉടനെ പ്രിൻസസ് ആണെങ്കിൽ അവളുടെ കഴുത്തിലെ കോളർ അത് കാണിച്ചു കൊടുക്കും, ഞാൻ ഈ ഒരു ഡീമൺ വേൾഡിൽ ഉള്ളവളാണെന്ന് പറയും. അതിനുശേഷം അവരാണെങ്കിൽ കയ്യിൽ സ്റ്റിക്കായിട്ട് ഒരു സ്പൈക്കൻ ചെക്കനെ അവനെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്ന് ചോദിക്കും. അതിന് നമ്മുടെ ആൾക്കാർ പറയും, ഇല്ല, ഞങ്ങൾ അങ്ങനെ ആരെയും കണ്ടിട്ടില്ല. ഓക്കെ, അങ്ങനെ ഒരു പയ്യനെ കുറിച്ച് ഇൻഫർമേഷൻ കിട്ടുകയാണെങ്കിൽ ഞങ്ങളെ അറിയിക്കണം, 10 തങ്ക നാണയം നിങ്ങൾക്ക് പ്രത്യുപകാരമായി ലഭിക്കുമെന്ന് പറഞ്ഞ് അവരാണെങ്കിൽ കടന്നു പോകും. പോയി കഴിഞ്ഞ് ഉടൻ തന്നെ നമ്മുടെ ചെക്കനാണെങ്കിൽ കാര്യം സാധിച്ച് പുറത്തേക്ക് വരികയാണ്. പ്രിൻസസ് ആണെങ്കിൽ അവനോട് പറയും, നീ വളരെ ലക്കിയാണ്, അവർ പോയപ്പോൾ തന്നെ നീ പുറത്തേക്ക് വന്നു, നിന്നെ അന്വേഷിച്ചാണ് അവർ വന്നതെന്ന് പറയും. ശേഷം നമ്മുടെ ആൾക്കാരാണെങ്കിൽ ലോഡൊക്കെ കുറച്ച് ഇപ്പോൾ വീണ്ടും അവരുടെ യാത്ര അത് പുനരാരംഭിക്കും. ഗ്ലിംസിനെ കുറിച്ച് ഇപ്പോൾ പ്രിൻസസും നമ്മുടെ ഗോക്കുവും കൂടുതൽ കാര്യങ്ങൾ ചോദിക്കും. അതിന് സുപ്രീം കായ് ആണെങ്കിൽ മറുപടി പറയും, ഗ്ലിംസസ് ഉണ്ടാവുന്നത് ഒരു ട്രീയിലാണ്. ആ ഒരു മോൺസ്റ്റർ ഗോമയുടെ കൂടെയുള്ള സ്പൈക്കൻ, അവനും ഞാൻ ജനിച്ച അതേ മരത്തിൽ തന്നെയാണ് ജനിച്ചത്, സോ അവൻ എൻ്റെ ബ്രദറിനെ പോലെയാണ്. ഗോക്കു ആണെങ്കിൽ അത്ഭുതപ്പെടും, ഇത് ശരിക്കും അവിശ്വസനീയമായിരിക്കുന്നു, മരത്തിൽ ഒരു മനുഷ്യൻ ജനിക്കുന്നു, ആണോ നീ നോൺ വെജ് ഫുഡൊന്നും കഴിക്കാതെ ഈ ഡ്രിങ്ക്സും വെജിറ്റബിൾസും മാത്രം കഴിക്കുന്നതെന്ന് ചോദിക്കും. അതിന് അവൻ പറയും, അതെ. ഉടനെ നമ്മുടെ പ്രിൻസസ് ആണെങ്കിൽ ഇപ്പോൾ അവനോട് ചോദിക്കും, എന്തുകൊണ്ടാണ് ആ സ്പൈക്കൻ നിന്റെ ബ്രദർ അവൻ മാത്രം മറ്റ് ഗ്ലിംസസിനെ പോലെ പുറത്തേക്ക് പോവാതിരുന്നത്? അതിന് സുപ്രീം കായ് ആണെങ്കിൽ അവളോട് പറയും, അവൻ്റെ ചിന്തയും തോട്ട്സും ലക്ഷ്യവും ഒക്കെ തന്നെ ഡിഫറെൻ്റ് ആയിരുന്നു, അതുകൊണ്ട് അവൻ ഇവിടം വിട്ടു പോയില്ല. ഉടനെ പ്രിൻസസ് ആണെങ്കിൽ അവരോടൊപ്പം തന്നെ ഒരു ലേഡി ഗ്ലിംസസ് കൂടെ ഉണ്ട്, അവൾ സയന്റിസ്റ്റ് ആണ്, നിനക്ക് അവളെ അറിയില്ലേ? അതിന് സുപ്രീം കായ് പറയും, അറിയാം, അവൾ ഏകദേശം എൻ്റെ ഒരു സിസ്റ്റർ ആയിട്ട് വരും, അവൾ ഒരു ബാഡ് ആയിട്ടുള്ള സയന്റിസ്റ്റ് ആണ്, സത്യത്തിൽ അവളുടെ ലക്ഷ്യവും ഡിഫറെൻ്റ് ആണെന്ന് പറയും. അതിനുശേഷം അവർ വീണ്ടും മുൻപോട്ടേക്ക് പ്ലെയിൻ എങ്ങനെ ഓടിച്ചു കൊണ്ടുപോകും. ഗോക്കു ആണെങ്കിൽ അത്ഭുതത്തോടു കൂടെ പുറത്തേക്ക് നോക്കും. രാത്രി ആവുമ്പോഴും ഈ ഡീമൺ വേൾഡിൽ വെളിച്ചമുണ്ട്. അതിന് പ്രിൻസസ് പറയും, അതിന് കാരണം മറ്റൊന്നുമല്ല, ഇവിടെ 2 സൂര്യനുണ്ട്. പ്രിൻസസ് ആണെങ്കിൽ ഇപ്പോൾ ബ്ലൂ മാനോട്, നീ ടയർഡായെങ്കിൽ അല്പനേരം ഞാൻ ഡ്രൈവ് ചെയ്യാമെന്ന് പറയും. അതിനവൻ പറയും, ഇല്ല, നമുക്ക് അല്പനേരം റെസ്റ്റ് ചെയ്യണം. ആണെങ്കിൽ ചുറ്റും നോക്കും, ഇതൊരു കാടല്ലേ, ഇവിടെ അടുത്ത് ഹോട്ടൽസ് ഒന്നും കാണുന്നില്ലല്ലോ. അതിനവൻ പറയും, കുഴപ്പമില്ല, ഏതെങ്കിലും ഒരു ഗുഹ കിട്ടിയാലും മതി, നമുക്ക് അവിടെ ഇന്ന് അഡ്ജസ്റ്റ് ചെയ്യാം. അവളാണെങ്കിൽ ഷോക്കാവും, അയ്യോ ഇല്ല, ടെന്റും നമ്മുടെ സാധനങ്ങളൊക്കെ കളഞ്ഞതുകൊണ്ട് തന്നെ കുളിക്കാനോ ബാക്കിയുള്ള കാര്യങ്ങൾക്കോ ഉള്ള സൗകര്യമൊന്നും എവിടെ ഉണ്ടാവില്ല. അതിനവൻ പറയും, ഒരു ദിവസം അഡ്ജസ്റ്റ് ചെയ്തേ പറ്റൂ. ഗോകു ക്യാഷ്വലായിട്ട് പറയും, ഞാനൊക്കെ കുളിച്ചിട്ട് തന്നെ കാലങ്ങൾ ഒരുപാടായി, അതിനവൾ മൂക്ക് പൊത്തി, അതുകൊണ്ടാണ് ഞാൻ നിന്റെ അടുത്തേക്ക് വരാത്തതെന്ന് പറയും. അവരെല്ലാവരും ഇപ്പോൾ ഒരു ഗുഹയിലേക്ക് വന്ന് അവരുടെ കയ്യിലുണ്ടായിരുന്ന ഫുഡ് അത് കഴിക്കുകയാണ്. പ്രിൻസസ് ആണെങ്കിൽ ബ്ലൂമാനോട് ചോദിക്കും, നിങ്ങൾ പറഞ്ഞത് സത്യമാണോ? ഫസ്റ്റ് ഡീമൺ വേൾഡിൽ നിന്ന് തന്നെയാണോ നിങ്ങൾ വരുന്നത്? അതിനവൻ പറയും, അതെ, എനിക്ക് അവിടെ ഒരു ജോലി കിട്ടി, അതുകൊണ്ട് ഞാനിപ്പോൾ അവിടെയാണ്. അതിനവൾ പറയും, നിങ്ങളെ കണ്ട ഡീമൺ വേൾഡിലുള്ള ഒരാളെ പോലെയാണ്. സുപ്രീം കായ് ആണെങ്കിൽ
ഇപ്പൊ ബ്ലൂമാനോട് ചോദിക്കും, നിങ്ങൾ എന്തിനാണ് ആ മോൺസ്റ്റർ കോമയെ കൊല്ലാനായിട്ട് ആഗ്രഹിക്കുന്നത്? അതിന് സുപ്രീം കൈ പറയും, മാജിൻസിനെ എല്ലാം തന്നെ അവൻ ദ്രോഹം ചെയ്യുകയാണ്, അതുകൊണ്ടാണ് അവനെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നത്. സംസാരിച്ചത് മതി, നമുക്ക് എല്ലാവർക്കും റെസ്റ്റ് ചെയ്യാനുള്ള സമയമായി, നാളെ രാവിലെ നമുക്ക് ഇവിടുന്ന് പോകണമെന്ന് പറയും. അങ്ങനെ എല്ലാവരും ഇപ്പൊ ഡീപ്പായിട്ട് ഉറങ്ങുകയാണ്. അപ്പൊ ദൂരത്തായിട്ട് ബ്ലൂമാൻ, അവനാണെങ്കിൽ ചുന്ദരി പെണ്ണ് ഗ്ലിംസസ് സയന്റിസ്റ്റ് ലേഡി, അവളോട് സംസാരിക്കുകയാണ്. നിങ്ങൾ പറഞ്ഞതുപോലെ തന്നെ ഞാൻ കാര്യങ്ങളെല്ലാം ഇവിടം വരെ എത്തിച്ചിട്ടുണ്ട്, ഉറപ്പായാലും നമ്മുടെ മിഷൻ അത് കംപ്ലീറ്റ് ആവും. അതിന് അവളും ഓക്കെ പറഞ്ഞ് കോള് കട്ട് ചെയ്യും. ബ്ലൂമാൻ ആണെങ്കിൽ കോളൊക്കെ അവസാനിപ്പിച്ച് തിരിച്ചു വന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുമ്പോൾ നമ്മുടെ സുപ്രീം കായ് ആള് കണ്ണ് തുറക്കുകയാണ്. അല്പസമയം കഴിയുമ്പോഴേക്കും എന്തോ ഒരു സാധനം അവിടേക്ക് വരികയാണ്. ആ ശബ്ദം കേട്ട് അവർ ഞെട്ടി എണീക്കും. സുപ്രീം കായ്ക്കാണെങ്കിൽ ഒരു ബാഡ് സ്മെല്ല് കിട്ടുകയാണ്. ഓ നോ, ഈ വൃത്തികെട്ട സ്മെല്ല് ഇത് എവിടുന്നാ വരുന്നതെന്ന് ചിന്തിച്ച് ആളാണെങ്കിൽ ഗോക്കുവിനെ സ്മെല്ല് ചെയ്യും. അല്ല, ഇവന്റെ ബോഡിയിൽ നിന്നല്ല ഈ സ്മെല്ല്. അപ്പൊ ആരോ നടക്കുന്ന ശബ്ദം അത് അവരുടെ അടുത്തേക്ക് വരുന്നതായിട്ട് ബ്ലൂമാൻ ആൾ ഉറപ്പിച്ചു പറയും, അതെ, അതൊരു മോൺസ്റ്റർ തന്നെയാണ്, എത്രയും വേഗം നമുക്ക് ഇവിടുന്ന് രക്ഷപ്പെടണം എന്ന് പറഞ്ഞ് പ്രിൻസസിനെയും ഗോക്കുവിനെയും എഴുന്നേൽപ്പിക്കും. അടുത്ത നിമിഷം ആ ഒരു ജയന്റ് മോൺസ്റ്റർ നമ്മുടെ ആൾക്കാരുടെ അടുത്തേക്ക് വന്ന് ഒച്ചത്തിൽ നിലവിളിക്കുകയാണ്. അതിന്റെ സ്മെല്ല് താങ്ങാൻ കഴിയാതെ ഇപ്പൊ പ്രിൻസസ് ആണെങ്കിൽ മൂക്ക് പൊത്തി ചാടി എഴുന്നേൽക്കും. ഞാനാണെങ്കിൽ അതിന്റെ നേർക്ക് ടോർച്ച് അടിക്കും. ഉടനെ ആ ഒരു മോൺസ്റ്റർ ആണെങ്കിൽ അവരോട് പറയും, ഞാൻ ഭക്ഷിക്കാൻ ഇരയെ തപ്പിയാണ് പുറത്തേക്ക് പോയത്, ഒന്നും കിട്ടാതെ വിഷമിച്ചു വന്നപ്പോഴാണ് നിങ്ങളെ കണ്ടത്, ഇര എന്നെ തേടി ഇവിടേക്ക് എത്തിയിരിക്കുകയാണ്, എനിക്കിതിൽ ഒരുപാട് സന്തോഷമുണ്ടെന്ന് പറഞ്ഞ് നമ്മുടെ ആൾക്കാർക്ക് നേരെ വരും. ഉടനെ ഗോക്കുവും പ്രിൻസസും ആണെങ്കിൽ അതിനെ കളിയാക്കി സംസാരിക്കാനായിട്ട് തുടങ്ങും. ഉടനെ കലി ഇളകിയ മോൺസ്റ്റർ ആണെങ്കിൽ ദേഷ്യപ്പെട്ട് പറയും, നിങ്ങൾക്ക് എത്ര ധൈര്യം ഉണ്ടെങ്കിൽ എൻ്റെ ഗുഹയിലേക്ക് വന്ന് എന്നെ തന്നെ കളിയാക്കും, നിങ്ങളാണ് നാളെ രാവിലത്തെ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയും. അത് കേട്ട് പ്രിൻസസ് ആണെങ്കിൽ വീണ്ടും ചിരിക്കും, നിങ്ങളെപ്പോലുള്ള പശുക്കള് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിക്കുമോ? അത് കേട്ട് അവൻ കൂടുതൽ ദേഷ്യത്തിലാവുകയാണ്. ബ്ലൂമാൻ ആണെങ്കിൽ പതി എഴുന്നേൽക്കും, ഇതിന്റെ കാര്യം അത് ഞാൻ നോക്കിക്കോളാം, നിനക്ക് വിരോധമില്ലെങ്കിൽ ഒന്ന് പുറത്തേക്ക് വരാൻ പറ്റുമോ എന്ന് ഇപ്പൊ ആ മോൺസ്റ്ററിനോട് ചോദിക്കും. മോൺസ്റ്ററിനാണെങ്കിൽ എന്ത് പറയണമെന്നറിയാതെ ചമ്മി നിൽക്കുകയാണ്. ഉടനെ ബ്ലൂമാൻ, ഗ്ലോറിയോ, നിങ്ങൾക്ക് ഈ പശു ഒരു വലിയ ഇരയെ അല്ലെന്ന് എനിക്കറിയാം, സോ അതുകൊണ്ട് ഇവന്റെ കാര്യം ഞാൻ നോക്കിക്കോട്ടെ ചോദിക്കും. ബ്ലൂമാൻ ആണെങ്കിൽ ഗോകുവിന്റെ കോൺഫിഡൻസ് കണ്ട്, നിനക്ക് അത്രയധികം അഹങ്കാരമാണെങ്കിൽ നീ ആദ്യം ഞാനുമായിട്ട് ഫൈറ്റ് ചെയ്യും, എന്നെ തോൽപ്പിച്ചതിന് ശേഷം നിനക്ക് ഈ ഒരു പശുവായിട്ട് ഫൈറ്റ് ചെയ്യാന്ന് പറയും. പശുവിനാണെങ്കിൽ അതൊരു ഭയങ്കര ഇൻസൾട്ട്. അവനാണെങ്കിൽ എന്താ നടക്കുന്നതെന്ന് മനസ്സിലാവാതെ വണ്ടറടിച്ച് നിൽക്കും. അടുത്ത നിമിഷം ഗോകുവും ബ്ലൂമാനും അവർ രണ്ടുപേരും ചേർന്ന് പൊരിഞ്ഞ് അട്ടിയിട്ടി ബഹളം. അങ്ങനെ ഫൈറ്റ് ചെയ്ത് കഴിയുമ്പോൾ ഗോകു ആണെങ്കിൽ ഇപ്പൊ ബ്ലൂമാനോട് പറയും, ഞാൻ കരുതിയതുപോലെയല്ല, നിനക്ക് നല്ല പവറുണ്ട്. അടുത്ത നിമിഷം അവനൊരു മാജിക് പവർ ഉപയോഗിച്ച് ഗോകുവിനെ അറ്റാക്ക് ചെയ്യും. ഗോകു ആണെങ്കിൽ ജസ്റ്റ് മിസ്സിന് ആ ഒരു പവറിൽ നിന്ന് രക്ഷപ്പെട്ട് മാറുകയാണ്. സുപ്രീം കായ് ആണെങ്കിൽ വിളിച്ചു പറയും, നീ വെറുതെ തമാശ കളിക്കാതെ അവനുമായിട്ട് ഫൈറ്റ് ചെയ്യും, ആ ബ്ലൂമാൻ്റെ റിയൽ പവർ എന്താണെന്ന് എനിക്ക് അറിയണം. ഗോകു ആണെങ്കിൽ അവൻ്റെ സ്റ്റിക്ക് എടുത്ത് കറക്കി ഇപ്പൊ നല്ല സ്പീഡിൽ അവൻ്റെ അടുത്തേക്ക് വരും. അവനാണെങ്കിൽ മാജിക് പവർ ഓപ്പോസിറ്റ് ഉപയോഗിക്കുമെങ്കിലും അതിൽ നിന്നെല്ലാം ഡൈവേർട്ടായി ഇപ്പൊ ഗോകു അവൻ്റെ അടുത്തേക്ക് വന്ന് സ്റ്റിക്ക് എടുത്ത് അവൻ്റെ വയറ്റിൽ ആഞ്ഞടിക്കും. ആ ഒരു അടിയിൽ അവൻ തെറിച്ചു പോയി അടിച്ചു വീഴും. പക്ഷെ അപ്പോഴും അവൻ വിടാതെ മാജിക് പവർ ഗോകുവിന് നേരെ ഉപയോഗിക്കും. ആ മാജിക് പവർ ഗോകുവിന്റെ സ്റ്റിക്കിൽ വന്ന് അടിച്ച് അത് തെറിച്ചു പോകും. അടുത്ത നിമിഷം ഗോകു ആണെങ്കിൽ എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് അവന്റെ സൂപ്പർ സയൻ മോഡിലേക്ക് പോകും. അത് കണ്ട് എല്ലാവരും അമ്പരക്കുകയാണ്. ബ്ലൂമാൻ ആണെങ്കിൽ വിട്ടുകൊടുക്കാതെ ഇപ്പൊ അവന്റെ കയ്യിൽ വലിയൊരു മാജിക് പവർ ക്രിയേറ്റ് ചെയ്ത് അതിപ്പോ ഗോകുവിന് നേരെ ആഞ്ഞടിപ്പിക്കും. ആ പവർ ആണെങ്കിൽ അടുത്ത് വരെ ഗോകു ഹായ് ആയിട്ട് നിൽക്കും. അത് ക്ലോസ് തന്നെ താമസം. ഗോകു അവന്റെ കൈ ഉപയോഗിച്ച് അതങ്ങനെ സിമ്പിൾ ആയിട്ട് തകർക്കും. അതിനുശേഷം ഇൻസ്റ്റന്റ് ട്രാൻസ്ഫർമേഷൻ പവർ ഉപയോഗിച്ച് ഇപ്പോ അവന്റെ തൊട്ട് പുറകിൽ തന്നെ വരികയാണ്. ബ്ലൂമാൻ ആണെങ്കിൽ അത് കണ്ട് ഞെട്ടും. ഗോകു ആണെങ്കിൽ അവനോട് പറയും, ഈ മത്സരത്തിൽ നീ തോറ്റു. ഉടനെ ബ്ലൂമാൻ ആണെങ്കിൽ അത് ആക്സെപ്റ്റ് ചെയ്യും. അതെ, തോൽവി ഞാൻ ആക്സെപ്റ്റ് ചെയ്തു. സത്യത്തിൽ നീ പ്രയോഗിച്ച ആ പവർ അതെന്താണ്? അതിന് ഗോകു പറയും, എന്റെ സൈസ് ചെറുതാണെങ്കിലും എനിക്കത് ഉപയോഗിക്കാൻ കഴിയുന്നുണ്ട്, അതാണ് സൂപ്പർ സയൻ പവർ. ബ്ലൂമാൻ ആണെങ്കിൽ ഗോകുവിനോട് നിനക്ക് വേറെയും പവറുകൾ ഉണ്ടോ എന്ന് ചോദിക്കും. അതിന് ഗോകു പറയും, ഉണ്ട്, പക്ഷെ അതിപ്പോ കാണിക്കാൻ സമയമായിട്ടില്ല എന്ന് പറയും. ആ ഗ്യാപ്പിൽ നമ്മുടെ മോൺസ്റ്റർ ആണെങ്കിൽ നൈസായിട്ട് അവിടെ നിന്ന് പോകാൻ ശ്രമിക്കും. ഗോകുവും ടീമും ആണെങ്കിൽ അവന് നേരെ തിരിയാണ്. സത്യത്തിൽ എനിക്ക് നിങ്ങളെ കൊന്നു തിന്നാൻ ആഗ്രഹമുണ്ട്, പക്ഷേ ഞാൻ നൈറ്റ് വലിയൊരു കാളക്കുട്ടനെ തിന്നു, സോ ഇപ്പൊ എനിക്ക് വിശക്കുന്നില്ല, എന്റെ പാർട്ണർ എന്നെ കാത്തിരിക്കുകയാണ്, അതുകൊണ്ട് അത്യാവശ്യമായിട്ട് എനിക്ക് അവിടേക്ക് പോകണം, നിങ്ങളുടെ ജീവൻ അതിപ്പോ രക്ഷപ്പെട്ടിരിക്കുകയാണ്, എത്രയും വേഗം ഇവിടെ ഓടിപ്പോക്കോ എന്ന് പറഞ്ഞ് ആ ഒരു പശു ആണെങ്കിൽ അവിടുന്ന് ഓടും. കട്ട് ചെയ്താ ഇവിടെ സുൽമാൻ ടീമാണെങ്കിൽ ഇപ്പോഴും ആ പേടകം അതങ്ങനെ റിപ്പയർ ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്. ബജീറ്റി ആണെങ്കിൽ നിർത്താതെ ട്രെയിനിങ് എടുത്തുകൊണ്ടേ ഇരിക്കുമ്പോൾ ബുൽമയാണെങ്കിൽ ആ സന്തോഷ വാർത്ത വിളിച്ചു പറയും, ഒരു വിധത്തിൽ ഞാനത് സെറ്റാക്കി, ഇനി എത്രയും വേഗം നിങ്ങൾക്ക് ഇവിടുന്ന് പോകാം. ഉടനെ നമ്മുടെ ആൾക്കാരെല്ലാവരും റെഡിയായി പേടകത്തിന്റെ അകത്ത് കയറി ഇപ്പൊ പറന്നുയരാനായിട്ട് ശ്രമിക്കുകയാണ്. ബ്ലാക്ക് മാനും ബുൽമയും അവർ രണ്ടുപേരും ടാറ്റ ബൈബൈ ഒക്കെ കൊടുക്കും. പക്ഷെ അടുത്ത നിമിഷം ആ ഒരു പേടകം അതാണെങ്കിൽ റെഡ് സിഗ്നൽ കാണിച്ച് തകർന്ന് താഴേക്ക് വീഴും. അത് കണ്ട് ബുൽമയും ബ്ലാക്ക് മാനും ഷിപ്പിലുണ്ടായിരുന്ന നമ്മുടെ ആൾക്കാരെല്ലാവരും ഷോക്കാവുന്നതോടു കൂടെ ഈ ഒരു എപ്പിസോഡ് അവസാനിക്കുന്നു.